നമസ്കാരം. ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഇടയായ സാധ്യതകളെക്കുറിച്ചും അന്വേഷിക്കുന്നതിന് സാങ്കേതികവും നിയമപരവുമായ നടപടികൾ സ്വീകരിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അപകട സാധ്യതകൾ എന്തെല്ലാം ഉണ്ട് എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് പണി തുടരാൻ പോകുന്നത്. വയനാട് മേപ്പാടി ദുരന്തത്തിൽ ഇരട്ട അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി. പദ്ധതിയുടെ പാരിസ്ഥിതിക അനുമതിയിലും കരാർ കമ്പനി ചട്ടങ്ങൾ ലംഘിച്ചോ എന്നതിലും അന്വേഷണം. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ ധനസഹായം നൽകും. തുരങ്കപാത നിർമ്മാണം ഇനി പഠനശേഷം. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വയനാട്ടിലേക്ക് കാണാതായ തൊഴിലാളികൾക്കായുള്ള തിരച്ചിൽ തുടരുന്നു. ഇനി കണ്ടെത്താനുള്ളത് 5 പേരെ. വിഴിഞ്ഞം ഓഹരി കൈമാറ്റം സർക്കാർ അനുമതിയില്ലാതെ നടക്കില്ലെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. സംസ്ഥാന താൽപര്യം ബലികഴിക്കില്ല. അദാനിയുടെ അപേക്ഷ എംപവേർഡ് കമ്മിറ്റി പരിശോധിക്കും. ഓഹരി കൈമാറ്റം ആദ്യം അറിഞ്ഞത് LDF സർക്കാരെന്നും ഈ സർക്കാർ എന്ത് തെറ്റ് ചെയ്തു എന്നും CPM ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ മറുപടി. കശുവണ്ടി അഴിമതി കേസിലെ പ്രോസിക്യൂഷൻ അനുമതിയിൽ സർക്കാരിന് എതിരെ ആഞ്ഞടിച്ച് ഹൈക്കോടതി. വിവാദ ഉത്തരവിറക്കിയ ഉദ്യോഗസ്ഥർക്ക് എതിരെ കോടതിയലക്ഷ്യ കേസെടുത്ത് ഹൈക്കോടതി. ഉത്തരവിറക്കിയ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ ബിജു IAS വെള്ളിയാഴ്ച നേരിട്ട് ഹാജരാവണം. ഉത്തരവ് കോടതിയിൽ നൽകിയില്ലല്ലോ എന്ന് മുഖ്യമന്ത്രി. PSC ക്രമക്കേടിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ. അജിത ബീഗം അന്വേഷണത്തിന് നേതൃത്വം നൽകും. പുറത്തുവന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളെന്ന് മുഖ്യമന്ത്രി. എല്ലാ ആരോപണങ്ങളും അന്വേഷിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. ഹോർമൂസിൽ കപ്പൽ ആക്രമിച്ചതിന് തിരിച്ചടിയായി ഇറാനെ ആക്രമിച്ച് അമേരിക്ക. ആക്രമണം തുടങ്ങിയെന്ന് US സെൻട്രൽ കമാൻഡ്. ഇറാന്റെ എണ്ണ ഉപരോധം നീക്കിയ നടപടി അമേരിക്ക പിൻവലിച്ചേക്കും. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ ലൈനപ്പായി. ആദ്യ പോരാട്ടത്തിൽ ഫ്രാൻസ് നാളെ പുലർച്ചെ മൊറോക്കോയെ നേരിടും. സ്പെയിൻ ബെൽജിയം മത്സരം ശനിയാഴ്ച. ഇംഗ്ലണ്ടിന് നോർവേയും അർജന്റീനയ്ക്ക് സ്വിറ്റ്സർലാൻഡും എതിരാളികൾ. വയനാട് മേപ്പാടി ദുരന്തത്തിൽ ഇരട്ട അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ. സാങ്കേതിക നിയമ പരിശോധനയും പാരിസ്ഥിതിക അനുമതി നൽകിയപ്പോഴുള്ള നിബന്ധനകൾ കമ്പനി പാലിച്ചോ എന്നതിലുള്ള പരിശോധനയും നടത്തുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു. ഈ 2 അന്വേഷണങ്ങൾക്കും ശേഷം മാത്രമേ തുരങ്കപാത നിർമ്മാണം വീണ്ടും തുടങ്ങുകയുള്ളൂ എന്നും മുഖ്യമന്ത്രി അറിയിച്ചു. വയനാട് ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം ആശ്വാസ സഹായം നൽകാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. വയനാടുണ്ടായ ദുരന്തത്തെക്കുറിച്ച് വിലയിരുത്തി. ഇതുവരെയുള്ള റിപ്പോർട്ടുകളെല്ലാം വിലയിരുത്തി. ഈ അപകടമുണ്ടായ ഇടയായ സാധ്യതകളെക്കുറിച്ചും അന്വേഷിക്കുന്നതിന് സാങ്കേതികവും നിയമപരവുമായ നടപടികൾ സ്വീകരിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇതിന് തൊട്ടു മുകളിലായി ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകൾ പ്രാഥമികമായി വരുന്നുണ്ട്. അതുകൂടി പരിശോധിച്ച് കാര്യങ്ങൾ തീരുമാനിക്കും. കേന്ദ്ര സർക്കാർ ഈ തുരങ്ക നിർമ്മാണത്തിനായി പാരിസ്ഥിതിക അനുമതി കൊടുത്ത കർശനമായ നിർദ്ദേശങ്ങൾ ഇതിൻ്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നവർ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. അപ്പോൾ അപകട സാധ്യതകൾ എന്തെല്ലാം ഉണ്ട് എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് പണി തുടരാൻ പോകുന്നത്. വയനാട് ദുരന്തത്തിൽ കാണാതായ തൊഴിലാളികൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. NDRFന്റെ നേതൃത്വത്തിൽ 5 സോണുകളിലായി തിരഞ്ഞാണ് പരിശോധന നടക്കുന്നത്. കേടാവർ ഡോഗുകളും തിരച്ചിലിനുണ്ട്. പ്രദേശത്ത് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അല്പസമയത്തിനകം സ്ഥലത്തെത്തും. വർക്ക് നടക്കുന്നുണ്ട്. മണ്ണ് റിമൂവ് ചെയ്യുന്ന കാര്യം വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട്. എന്നാലും മഴ വലിയ പ്രശ്നം തന്നെയാണ്. ഇന്നലെ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ആഴത്തിലുള്ള ഒരു തോന്നുന്നുണ്ട്. അത്രയും മണ്ണ് ഡംപ് ചെയ്തിട്ടുണ്ട്. 7 അടി എന്നൊക്കെ നമ്മൾ ഇന്നലെ ഉദ്ദേശിച്ചിരുന്നു. രാത്രി വന്ന് കണ്ട. പക്ഷേ ഇപ്പോൾ
അതിലേറെ മണ്ണ് കൂടി കിടക്കുന്ന കാണണം. പക്ഷെ വളരെ വേഗത്തിൽ ഇല്ല, ഇത് തന്നെ ഇപ്പൊ 4 എന്നുള്ളതിലേക്ക് ഞങ്ങൾ നമ്പർ ഒന്ന് കൂട്ടി കുറേ ഏരിയ കൂട്ടി കൂടുതൽ വെഹിക്കിൾസൊക്കെ വന്നിട്ടുണ്ട്. ഇറ്റാച്ചി മറ്റെല്ലാം എത്തിയിട്ടുണ്ട്, വാഹനങ്ങൾ വരുന്നുണ്ട്. മണ്ണ് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യാനുള്ളത് നടത്തുക. ഏതാണ്ട് ഒരു ധാരണ ഉണ്ട് എന്നാണ് പറയുന്നത് ഏത് ഏരിയയിലായിരിക്കും എന്നുള്ളത്. അപ്പൊ അതിന്റെ ഒരു ഫോക്കസ് വെച്ച് പോകുന്നുണ്ട്. മഴ വലിയ ശല്യം അങ്ങനെ ഇതില്ല, അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഈ പോകുന്നില്ല, വലിയ തടസ്സം തന്നെയാണ്. പിന്നെ ലോക്കലായിട്ട് ആരെങ്കിലും ഇൻവോൾവ് ചെയ്തിട്ടുണ്ടോ എല്ലാം നമ്മൾ വെരിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലോക്കലായിട്ടുള്ള ഒരാളും ഇതിൽ ഇൻവോൾവ് ആയിട്ടില്ല. അവർ 5 ആൾക്കാർ ഇനിയും മിസ്സിംഗ് ആണ്. അപ്പോൾ അതിന്റെ തെരച്ചിലാണ് ഇപ്പോൾ നമുക്ക് നടക്കാൻ പോകുന്നത്. സോ 4 സോണായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലെ എങ്ങോട്ടാണ് ഡെബ്രിസ് കൂടുതലായിട്ടുള്ളതും എവിടെയാണ് സാധ്യതയുള്ളതും അതനുസരിച്ചിട്ടുള്ള തെരച്ചിൽ. അതിനാവശ്യമായിട്ടുള്ള എക്വിപ്മെന്റ്സ് നമ്മളെടുത്തുണ്ട്, ഡോഗ്സ് നമ്മളെടുത്തുണ്ട്, ഫോഴ്സ് നമ്മളെടുത്തുണ്ട്. അത് വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. സോ ഗതാഗതം ഓൾമോസ്റ്റ് റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. പാലത്തിന്റെ സ്റ്റെബിലിറ്റി ടെസ്റ്റൊക്കെ നടത്തിയിട്ടുണ്ട്. സോ ട്രാൻസ്പോർട്ടേഷൻ ഹാസ് ഓൾമോസ്റ്റ് റിക്കവർ. അപ്പോൾ ഇത് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുകയാണ്. ജോസഫ്, ഈ കാണാതായ തൊഴിലാളികൾക്കായുള്ള തിരച്ചിൽ അത് എങ്ങനെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? നിലവിൽ കടുത്ത വെല്ലുവിളിയായി മഴ ഇപ്പോഴും രക്ഷാപ്രവർത്തനത്തിന് വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഇടവിട്ട് കനത്ത മഴ പെയ്യുകയാണ്. എന്നിരുന്നാൽ പോലും ഇവിടെ NDRFന്റെ നേതൃത്വത്തിലുള്ള 4 സോണുകളായി തിരിഞ്ഞാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതുവരെയുള്ള തിരച്ചിലിൽ, രാവിലെ മുതലുള്ള തിരച്ചിലിൽ ആരെയും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മുൻ മന്ത്രിയായിട്ടുള്ള റവന്യൂ മന്ത്രിയായിട്ടുള്ള കെ രാജൻ അല്പസമയം മുമ്പ് ഈ ദുരന്ത ഭൂമിയിലെത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ അനാവശ്യ വിവാദങ്ങൾക്ക് നിൽക്കേണ്ട കാര്യമില്ല, അതിനു പകരം ഇത്തരത്തിൽ സർക്കാരിന്റെ എല്ലാവിധ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും പിന്തുണ നൽകുന്നു. മാത്രവുമല്ല, അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് 5 പേരിൽ മാത്രം ഈ തിരച്ചിൽ അവസാനിപ്പിക്കരുതെന്നൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നൊരു സംശയമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. മാത്രവുമല്ല, ഇത്തരത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്നും അല്പസമയം മുമ്പ് സംസാരിച്ച കെ രാജൻ ഉൾപ്പെടെ വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് സമഗ്രമായ ഒരു അന്വേഷണത്തെ കൂടാതെ തന്നെ ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളിലും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങണമെന്നും അദ്ദേഹം അല്പസമയം മുമ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 5 പേരുടെ, അതായത് കാണാതായ തൊഴിലാളികളായിട്ടുള്ള 5 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോൾ മൺകൂനയിൽ നിന്ന് മാറി ഈ പുഴയുടെ ഭാഗത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. ഈ ഭാഗം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പ്രധാനമായും പരിശോധന നടത്തുന്നത്. ഈ ഭാഗത്ത് തൊഴിലാളികളെ കണ്ടെത്താൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഈ ദൌത്യസേനയ്ക്ക് ഉള്ളത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ പുഴയുടെ ഭാഗം കേന്ദ്രീകരിച്ച് കൂടുതലായി ഇപ്പോൾ പരിശോധന നടക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടതാണ്. നേരത്തെ ഇവിടെ നിന്ന് 3-ലധികം മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഈ ഭാഗം കേന്ദ്രീകരിച്ചാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്തരത്തിൽ ഈ ഭാഗം കേന്ദ്രീകരിച്ച് ഇപ്പോൾ പരിശോധന കൂടുതൽ ശക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും കനത്ത മഴ പെയ്യുന്നത് വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇത്തരത്തിൽ മഴ തുടരുന്നൊരു സാഹചര്യമാണെങ്കിൽ ഒരുപക്ഷെ രക്ഷാപ്രവർത്തനം ഉൾപ്പെടെ നിർത്തിവെക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടവും ബന്ധപ്പെട്ട അധികാരികളും ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. കാരണം ഇതൊരു വലിയ രീതിയിലുള്ള അപകടാവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മാത്രമല്ല, ഈ കനത്ത മഴ തുടർച്ചയായി പെയ്യുന്നത് കൊണ്ട് തന്നെ ഈ മലയുടെ വിവിധ ഇടുക്കുകളിൽ നിന്ന് നീർച്ചാലുകളും ശക്തിപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായി ഇത്തരത്തിൽ ജോലി ചെയ്യാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് JCBയുടെ ഉൾപ്പെടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നിർത്തിവെച്ചിട്ടുണ്ട്. സമാന രീതിയിൽ മറ്റ് പ്രവർത്തനങ്ങൾ കൂടി നിർത്തിവെക്കാൻ ഒരു തീരുമാനമുണ്ടായിട്ടുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കടാവർ ഡോഗുകളെ ഉപയോഗിച്ചും ഇപ്പോൾ പരിശോധന പുരോഗമിക്കുകയാണ്. അത് ഈ മൺകൂനയുള്ള ഭാഗത്തല്ല, ചെറിയ രീതിയിൽ മൺകൂന ഉണ്ടായിരുന്ന ഭാഗത്ത് ഇത്തരത്തിൽ ഈ മൃതദേഹം നേരത്തെ കണ്ടെത്തിയ ഭാഗത്താണ് ഇത്തരത്തിൽ പരിശോധന നടത്തിയിരിക്കുന്ന ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നതനുസരിച്ച് ഇത്തരത്തിൽ നായ പരിശോധന നടത്തുന്നുണ്ട്. കൂടാതെ സ്ട്രക്ചർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അങ്ങോട്ട് മാറ്റുന്നുണ്ട്. ഒരുപക്ഷെ മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കാം എന്നാണ് ഇപ്പോൾ സംശയിക്കപ്പെടുന്നത്. എന്തായാലും കടാവർ ഡോഗിനെ ഉപയോഗിച്ചുള്ള ഫലപ്രദമായിട്ടുള്ള ഒരു പരിശോധനയാണ് ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നത്. ഈ വീടുണ്ടായിരുന്ന ഭാഗത്ത്, അതായത് നേരത്തെ ഒരു നിസ്കാരപ്പള്ളി ഉണ്ടായിരുന്നു, അതിന്റെ തൊട്ടടുത്തായിട്ടൊരു വീടുണ്ട്. ആ വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. ആ ഭാഗം കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ ആ വീടിന്റെ പിറകു ഭാഗം കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ഇപ്പോൾ പരിശോധന നടത്തുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പുഴയിൽ നേരത്തെ ഈ പുഴയിലൊന്നും തിരച്ചിൽ നടത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ
ദൌത്യ സംഘം ഇപ്പോൾ ഈ പുഴയിൽ ഉൾപ്പെടെ പരിശോധന നടത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. ഈ മൺകൂന നീക്കുക എന്ന് പറയുന്നത് വളരെ ഏറെ പ്രയാസം നിറഞ്ഞൊരു കാര്യമാണ്. കാരണം 7 അടിക്ക് മുകളിൽ മണ്ണ് നിറഞ്ഞിട്ടുണ്ട്. അത് പെട്ടെന്ന് നീക്കാൻ സാധ്യമല്ല എന്നാണ് AP അനിൽകുമാർ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെയായിരിക്കും സാധ്യമായ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് ഇത്തരത്തിൽ തെരച്ചിൽ നീക്കിയിരിക്കുന്നത്. മാത്രമല്ല കടാവർ ഡോഗുകളുടെ ഈ കടാവ് ഡോഗുകളെ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ഈ ഭാഗത്ത് കൂടുതൽ മൃതദേഹ ഭാഗങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കാലാവസ്ഥ ഇപ്പോഴും പ്രതികൂലമായി തന്നെ തുടരുകയാണ്. ഇത്തരത്തിൽ തന്നെ തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ രക്ഷാപ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർത്തിവെക്കേണ്ടി വരുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ജോസഫാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. മേപ്പാടി ദുരന്തത്തിൽ കാണാതായ തൊഴിലാളികൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. പക്ഷേ മഴയുണ്ട്. മഴ രക്ഷാപ്രവർത്തനങ്ങളെ ബാധിക്കുന്നതായാണ് ജോസഫ് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ മുഖ്യമന്ത്രി അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തിരിക്കും ദുരന്ത പ്രദേശത്തേക്ക്. ആ ദൃശ്യങ്ങളാണ് അവിടെ നിന്നും കാണുന്നത്. അദ്ദേഹം പുറപ്പെടാൻ പോകുന്ന ഹെലികോപ്റ്റർ അവിടെ തയ്യാറായിരിക്കുന്നു. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. വയനാട് കള്ളാടിയിൽ അലംഭാവം ഉണ്ടായെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അലംഭാവം ആരുടെ ഭാഗത്തുനിന്ന് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. നിർമ്മാണം നടത്തുന്ന കമ്പനി രാജ്യത്തെ മികച്ച സ്ഥാപനമാണ്. സ്കിൽ ലേബേഴ്സിനെ ആണോ ഉപയോഗിച്ചത് എന്ന് അറിയില്ല. മുൻ സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയ പദ്ധതിയിൽ നിലവിലെ സർക്കാരിനും ഉത്തരവാദിത്തമുണ്ട് എന്നും സുരേഷ് ഗോപി തൃശ്ശൂരിൽ പറഞ്ഞു. ഏതാണ്ട് 1800ഓളം അനധികൃത കെട്ടിട നിർമ്മാണങ്ങൾ ഉണ്ടായതിനെ സംബന്ധിച്ച് ഫയലടക്കം കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കൊടുത്തതിന്റെ നടപടികൾ അവിടെ തുടങ്ങിക്കഴിഞ്ഞു. വയനാട് ദുരന്തത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അപക്വമായ പ്രസ്താവന യുദ്ധം അവസാനിപ്പിക്കണമെന്ന് MLA PA മുഹമ്മദ് റിയാസ്. കരാറുകാരൻ മണ്ണ് മാറ്റിയില്ലെങ്കിൽ മാറ്റിക്കാൻ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കുണ്ട്. പാരിസ്ഥിതിക അനുമതി സമ്മർദ്ദത്തിൽ കിട്ടുന്നതാണോ എന്നും അദ്ദേഹം ചോദിച്ചു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രസ്താവനകൾ ഇറക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിറക്കേണ്ട സമയമാണ്. ഇരിക്കുന്ന കസേരയുടെ പ്രാധാന്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രസ്താവനകൾ ഇറക്കാനും നിലപാട് സ്വീകരിക്കാനും ബന്ധപ്പെട്ടവർ തയ്യാറാകണം. ഈ ഘട്ടത്തിൽ പോരായ്മകൾ പറയേണ്ട സമയമല്ല എന്ന് ഇന്നലെ പറഞ്ഞിരുന്നു. എന്നാൽ അത് പറയാൻ നിർബന്ധിതരാക്കുന്ന നിലയിലേക്കുള്ള പ്രസ്താവനകളാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും മന്ത്രിമാരുടെ ഭാഗത്തുനിന്നും ഉയർന്നു വരുന്നത്. താമരശ്ശേരി ചുരത്തിൽ മണ്ണിടിച്ചിൽ ഭീഷണി. 8ാം വളവിലാണ് മണ്ണിടിച്ചിൽ ഭീഷണി ഉണ്ടായത്. പോലീസ് എത്തി ബാരിക്കേഡ് സ്ഥാപിച്ചിട്ടുണ്ട്. സർക്കാർ അനുമതി ഇല്ലാതെ വിഴിഞ്ഞം ഓഹരി കൈമാറ്റം നടക്കില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അദാനിയുടെ അപേക്ഷ എംപവേർഡ് കമ്മിറ്റി പരിശോധിക്കും. സംസ്ഥാന താൽപര്യം ബലികഴിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കരാർ കമ്പനി നിർദ്ദേശങ്ങൾ പാലിച്ചോ എന്ന് പരിശോധിക്കും. ഓഹരി കൈമാറ്റം ആദ്യം അറിഞ്ഞത് LDF സർക്കാരെന്നും ദേശാഭിമാനി പത്രത്തിലെ വിഴിഞ്ഞം കരാർ സംബന്ധിച്ച വാർത്തയുടെ ഉറവിടം LDF സർക്കാരാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഓഹരി കൈമാറ്റത്തിൽ ഈ സർക്കാർ എന്ത് തെറ്റാണ് ചെയ്തതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. ഈ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ, അതായത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് അവരുടെ ഷെയർ കൈമാറാൻ ഉള്ള ഈ നീക്കത്തിൽ ഈ സർക്കാർ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് നിങ്ങൾ ആരെങ്കിലും പറയണം. നിങ്ങൾ ചോദിച്ചു, എന്ത് തെറ്റാണ് ചെയ്തത്? ഈ സർക്കാർ എന്ത് തെറ്റാണ് ചെയ്തത്? അതാണ് എൻ്റെ ചോദ്യം. ഒരു ഓഹരി കൈമാറ്റവും നടന്നിട്ടില്ല. ഓഹരി കൈമാറ്റം സംബന്ധിച്ച കൃത്യമായ വകുപ്പുകൾ കൺസെഷൻ എഗ്രിമെൻറ്റിലുണ്ട്. PC പരീക്ഷാ ക്രമക്കേട് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പുറത്തുവന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണെന്ന് മുഖ്യമന്ത്രി. KS പരീക്ഷയിലും ആരോപണം ഉയർന്നിട്ടുണ്ട്. അന്വേഷണ സംഘത്തെ ആഭ്യന്തര വകുപ്പ് തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരാണ് അത് എഴുതി കാത്തിരിക്കുന്നത്. അവരുടെ ഈ ചോദ്യങ്ങളിൽ നടക്കുന്ന ക്രമക്കേടുകൾ, ചോദ്യം തയ്യാറാക്കുന്നതിൽ നടക്കുന്ന ക്രമക്കേടുകൾ, മാർക്കിടുന്നതിൽ നടത്തിയ ക്രമക്കേടുകൾ, ഇങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് KS പരീക്ഷയെക്കുറിച്ചുള്ള ഗുരുതരമായ ആരോപണങ്ങൾ വന്നു. അതെല്ലാം പരിശോധിക്കട്ടെ. നമ്മൾ ഒരു പരിശോധനയും അന്വേഷണവും നടക്കാതെ ഞങ്ങളൊരു കൺക്ലൂഷനിലെത്തുന്നത് ശരിയല്ല.
PSCയിൽ കുറ്റകൃത്യം ചെയ്ത ആരും രക്ഷപ്പെടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. PSC പരീക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ ആരോപണങ്ങളും അന്വേഷിക്കുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. IG അജിത ബീഗം അന്വേഷണത്തിന് നേതൃത്വം നൽകും. 3-അംഗ സംഘം ആയിരിക്കും അന്വേഷിക്കുക. സംഘത്തിൽ ഒരു SP-യും DYSP-യും ഉൾപ്പെടുന്നു. ഏതായാലും കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് PSCയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അത് വലിയ ഗുരുതരമായ തെറ്റാണ്. നമ്മുടെ ഉദ്യോഗാർത്ഥികൾ, തൊഴിൽരഹിതരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം PSCയിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് PSCയെ എങ്ങനെ ദുരുപയോഗപ്പെടുത്തി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇതിന് നേതൃത്വം കൊടുത്ത ആളുകൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. ശക്തമായ നടപടികൾ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവും. വ്യവസായ വകുപ്പ് സെക്രട്ടറി K. ബിജു IAS-നെതിരെ കോടതിയലക്ഷ്യ നടപടിയുമായി ഹൈക്കോടതി. കശുവണ്ടി കോർപ്പറേഷൻ അഴിമതി കേസിലെ പ്രോസിക്യൂഷൻ അനുമതിക്കായി വിവാദ ഉത്തരവ് ഇറക്കിയതിനാണ് കോടതിയലക്ഷ്യ നടപടി. ഉത്തരവ് നീതിന്യായ വ്യവസ്ഥയ്ക്ക് മേലുള്ള കടന്നാക്രമണമാണെന്നും കോടതിയെ നാണം കെടുത്തുക എന്ന ഉദ്ദേശം നടപ്പാക്കിയെന്നും ഹൈക്കോടതി. പ്രതിയായ ആൾ വാർത്താസമ്മേളനം നടത്തിയതിലും ജസ്റ്റിസ് ബദറുദ്ദീൻ വിമർശനം ഉന്നയിച്ചു. INTUC സംസ്ഥാന അധ്യക്ഷനും കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാനുമായിരുന്ന R. ചന്ദ്രശേഖരൻ, കോർപ്പറേഷൻ MD ആയിരുന്ന K. A. രതീഷ് എന്നിവരാണ് CBI അന്വേഷിക്കുന്ന കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിലെ പ്രതികൾ. ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാനാണ് VD സതീശൻ സർക്കാർ അനുമതി നൽകിയത്. പിണറായി സർക്കാർ നൽകാതിരുന്ന അനുമതിയാണ് പുതിയ സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ നൽകിയത്. എന്നാൽ അനുമതി നൽകുമ്പോൾ ഉത്തരവിൽ പറഞ്ഞ കാര്യങ്ങളാണ് കോടതിയുടെ വിമർശനത്തിനും നടപടികൾക്കും വഴിവെച്ചത്. ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അനുമതി നൽകുന്നുവെന്നായിരുന്നു ഉത്തരവിലെ പ്രധാനപ്പെട്ട ഭാഗം. വിവാദമായതോടെ പുതിയ ഉത്തരവ് കോടതിയിൽ നൽകിയെങ്കിലും ആദ്യ ഉത്തരവിൽ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് ഹൈക്കോടതി. ഉത്തരവ് നൽകിയ വ്യവസായ വകുപ്പ് സെക്രട്ടറി K. ബിജു IAS-നെതിരെയാണ് നടപടി. വെള്ളിയാഴ്ച നേരിട്ട് ഹാജരാകാൻ വ്യവസായ സെക്രട്ടറിക്ക് കോടതി നിർദ്ദേശം നൽകി. ഉത്തരവ് നീതിന്യായ വ്യവസ്ഥയ്ക്ക് മേലുള്ള കടന്നാക്രമണമാണ്. ഉത്തരവിറക്കിയ ഉദ്യോഗസ്ഥരാണ് കുറ്റക്കാർ. പ്രതികൾക്ക് അനുകൂലമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചതെന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നു. ഉത്തരവിറക്കിയ ഉദ്യോഗസ്ഥർ തൽസ്ഥാനത്ത് തുടരാൻ യോഗ്യരല്ലെന്നാണ് ജസ്റ്റിസ് A. ബദറുദ്ദീൻ പറഞ്ഞത്. പ്രോസിക്യൂഷൻ അനുമതി ഉത്തരവ് പ്രതിക്ക് നൽകിയത് എന്തിനെന്ന് ചോദിച്ച കോടതി പ്രതി വാർത്താ സമ്മേളനം നടത്തി നീതിന്യായ വ്യവസ്ഥയെ ആക്രമിച്ചുവെന്നും വിമർശിച്ചു. കോടതിയെ നാണം കെടുത്തുക എന്ന ഉദ്ദേശം നടപ്പിലാക്കിയെന്നും എല്ലാ അനാവശ്യവും പറഞ്ഞിട്ടാണ് രണ്ടാം ഉത്തരവിലെ ഖേദപ്രകടനമെന്നും കോടതി കുറ്റപ്പെടുത്തുന്നു. മാപ്പപേക്ഷ അംഗീകരിക്കില്ലെന്ന് പറഞ്ഞ ഹൈക്കോടതി ഉത്തരവിറക്കിയ ഉദ്യോഗസ്ഥന് കുറ്റാരോപണ മെമ്മോ നൽകിയിട്ടുണ്ട്. 2006 മുതൽ 2015 വരെയുള്ള കാലയളവിൽ തോട്ടണ്ടി ഉൾപ്പെടെ ഇറക്കുമതി ചെയ്തതിൽ 500 കോടി രൂപയുടെ ക്രമക്കേട് നടന്നുവെന്നാണ് CBI കണ്ടെത്തിയിട്ടുള്ളത്. ആകെ 1400 കോടിയുടെ കരാറാണ് ഉണ്ടായിരുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. അതേസമയം കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിലെ ഉത്തരവ് തെറ്റാണെന്ന് കണ്ട് അത് കോടതിയിൽ കൊടുത്തിട്ടല്ലല്ലോ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ന്യായീകരണം. ഞങ്ങൾ കോടതിക്ക് കൊടുത്തില്ലല്ലോ, ആ ഉത്തരവ് കൊടുത്തില്ലല്ലോ. ആ ഉത്തരവിൽ തെറ്റുണ്ടെന്ന് കണ്ട് കോടതിയിൽ കൊടുത്തില്ലല്ലോ. അല്ലല്ല, കോടതിയിൽ കൊടുത്തില്ലല്ലോ. ഞങ്ങൾ അത് പരിശോധിച്ച് അത് കറക്റ്റ് ചെയ്ത് അതാണ് കോടതി കൊടുത്തത്. ഭാഗ്യക്കുറി വകുപ്പിന്റെ ഓണം ബമ്പർ ഒന്നാം സമ്മാനത്തുക വർദ്ധിപ്പിച്ചു. 25 കോടിയായിരുന്ന സമ്മാനത്തുക ഇത്തവണ 30 കോടിയാക്കി സർക്കാർ ഉത്തരവിറക്കി. 50 ലക്ഷമായിരുന്ന മൂന്നാം സമ്മാനം 25 ലക്ഷമാക്കി. സമ്മാനഘടനയിൽ മാറ്റം വരുത്തി. ടിക്കറ്റിന്റെ പ്രകാശനം ജൂലൈ 17-ന് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. 500 രൂപയാണ് ടിക്കറ്റ് വില. രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്കും, മൂന്നാം സമ്മാനം 25 ലക്ഷം രൂപ വീതം 20 പേർക്കും ലഭിക്കും. മനുഷ്യ വന്യമൃഗ സംഘർഷം അവസാനിപ്പിക്കാൻ പ്രത്യേക പദ്ധതി ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ 13 ആവശ്യങ്ങൾ കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവിന് മുൻപിൽ അവതരിപ്പിച്ചതായി ഷിബു ബേബി ജോൺ. വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവർക്ക് 10 ലക്ഷം കേന്ദ്ര സർക്കാർ ധനസഹായം ഉറപ്പാക്കും. ആകെ നഷ്ടപരിഹാരം അടുത്ത വർഷം 21 ലക്ഷമാക്കാനാണ് ആലോചന. വനം വകുപ്പ് എടുത്ത കേസുകൾക്ക് അദാലത്ത് സംഘടിപ്പിക്കും. നിസ്സാര കുറ്റങ്ങൾക്ക് എടുത്ത കേസുകൾ പരിഹരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കശുവണ്ടി കോർപ്പറേഷൻ അഴിമതി കേസിൽ കാര്യങ്ങൾ പഠിക്കാൻ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി K. ബിജുവിന് ആവശ്യമായ സമയം ലഭിച്ചില്ല എന്നും മന്ത്രി പറഞ്ഞു. അസിസ്റ്റന്റ് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് വേണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. മുൻകാലങ്ങളിൽ ഒരു 650 കോടിയുടെ അസിസ്റ്റൻസിന് വേണ്ടി കൊടുത്തു, അവർ റിജക്ട് ചെയ്തു. പക്ഷേ ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് ഹോർമുസിൽ കപ്പൽ ആക്രമിച്ചതിന് തിരിച്ചടിയായി ഇറാനെ ആക്രമിച്ച അമേരിക്ക. ആക്രമണം തുടങ്ങി എന്ന് US സെൻട്രൽ കമാൻഡ് വിശദമാക്കി. ഹോർമുസ് കടലിടുക്കിൽ വെച്ച് 3 വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയായി അമേരിക്ക ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ ശക്തമായ വ്യോമാക്രമണം നടത്തി. ബുധനാഴ്ച
പുലർച്ചെയോടെയാണ് ആക്രമണം നടന്നത്. മേഖലയിലെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുമാണ് അടിയന്തര സൈനിക നടപടിയെന്നാണ് US പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. അമേരിക്കയുടെ ഇത്തരം ഏകപക്ഷീയമായ സൈനിക നീക്കങ്ങൾ പശ്ചിമേഷ്യൻ മേഖലയിലെ സമാധാന അന്തരീക്ഷം തകർക്കുമെന്നും കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുമെന്നുമുള്ള മുന്നറിയിപ്പ് ഇറാൻ നൽകിയിട്ടുണ്ട്. ബംഗാളിൽ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ വെടിവെച്ചു കൊന്നു. സൗത്ത് 24 പർഗാനാസിലെ ബരായിപൂരിൽ 11 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പ്രഭാസ് മണ്ഡലാണ് പോലീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത്. കുറ്റകൃത്യം നടന്ന സ്ഥലം പരിശോധിക്കുന്നതിനിടെ പ്രതി പോലീസിൽ നിന്ന് ആയുധം തട്ടിയെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചു. തുടർന്ന് പോലീസ് നടത്തിയ വെടിവെപ്പിലാണ് പ്രതി കൊല്ലപ്പെട്ടത്. MV ജയരാജനെതിരെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ രൂക്ഷ വിമർശനം. വിമതരെ തിരിച്ചു വിളിച്ചത് തെറ്റെന്നും ജയരാജന്റെ നടപടി പാർട്ടി അനുമതി ഇല്ലാതെയെന്നും വിമർശനം. അനാവശ്യ ചർച്ചകൾക്ക് ഇടയാക്കിയത് എന്തിനാണെന്ന് സെക്രട്ടേറിയറ്റിൽ ചോദ്യമുയർന്നു. വിവാദം ഏറ്റുപിടിച്ച MV ഗോവിന്ദനെതിരെയും വിമർശനമുണ്ടായി. അതേസമയം തനിക്ക് വീഴ്ച പറ്റിയെന്ന് MV ജയരാജൻ സമ്മതിച്ചു. അതേസമയം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിവാദത്തിനും വിമർശനത്തിനും പിണറായി വിജയൻ മറുപടി പറഞ്ഞില്ല. തെറ്റുതിരുത്തിയാൽ TK ഗോവിന്ദനും V കുഞ്ഞികൃഷ്ണനും പാർട്ടിയിൽ വരുന്നതിൽ തടസ്സമില്ല എന്നായിരുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജന്റെ പ്രസ്താവന. സ്വകാര്യ ബസ് പണിമുടക്കിൽ വലഞ്ഞ് തെക്കൻ ജില്ലകൾ. കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം ജില്ലകളിലാണ് സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുന്നത്. എല്ലാ ജില്ലകളിലും ബസ് സമരം പൂർണ്ണമാണ്. KSRTCയിൽ സ്ത്രീകൾക്കായി നടപ്പാക്കിയ സൗജന്യ യാത്രാ പദ്ധതിയെ തുടർന്ന് സ്വകാര്യ ബസ് വ്യവസായം കടുത്ത നഷ്ടത്തിലായ സാഹചര്യത്തിൽ സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ടാണ് പണിമുടക്ക്. ബജറ്റിൽ സർക്കാർ പ്രഖ്യാപിച്ച നികുതി ഇളവ് ബസ്സുകളുടെ സർവീസ് നഷ്ടം പരിഹരിക്കുന്നതിന് പര്യാപ്തമല്ലെന്നാണ് ബസ് ഉടമകളുടെ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നത്. കിലോമീറ്ററിന് 55 രൂപ നിരക്കിൽ സ്വകാര്യ ബസ്സുകൾ KSRTC വാടകയ്ക്കെടുത്ത് സർവീസ് നടത്തണമെന്ന ആവശ്യമാണ് ബസ് ഉടമകൾ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിലൂടെ കൂടുതൽ യാത്രക്കാർക്ക് സൗജന്യ യാത്രയുടെ ഗുണം ലഭിക്കുമെന്നും ബസ് ഉടമകളുടെ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. കൊച്ചിയിലെ കോറോ ഹെൽത്ത് കമ്പനിയിലെ തൊഴിൽ പ്രതിസന്ധി തുടരുന്നു. ജീവനക്കാർക്ക് ഇന്നും ഓഫീസിൽ പ്രവേശിക്കാനായില്ല. കമ്പനിയുടേത് നിഷേധാത്മക നിലപാടാണെന്നും ചർച്ചയ്ക്ക് എത്തിയില്ലെങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും സംസ്ഥാന തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ പ്രതികരിച്ചു. അതിനിടെ ജീവനക്കാർക്ക് ഐക്യദാർഢ്യവുമായി AIYF കമ്പനിയിലേക്ക് മാർച്ച് നടത്തി. അമേരിക്ക ആസ്ഥാനമായ കൊച്ചിയിലെ കോറോ ഹെൽത്ത് കമ്പനി കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ജീവനക്കാരെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള നടപടികൾ തുടങ്ങിയത്. പെട്ടെന്നുള്ള നടപടിക്കെതിരെ സംസ്ഥാനത്തെ രാഷ്ട്രീയ നേതൃത്വവും സർക്കാരും ഒന്നിച്ച് രംഗത്തെത്തി. ചർച്ചകൾ നടന്നു. 10-ാം തീയതി നടക്കുന്ന തുടർ ചർച്ചയിൽ തീരുമാനമാകുന്നതുവരെ ജീവനക്കാരെ ഓഫീസിൽ പ്രവേശിപ്പിക്കണമെന്നായിരുന്നു ധാരണ. എന്നാൽ എല്ലാ ധാരണകളും തെറ്റിച്ചാണ് കമ്പനി ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർ നമ്മളോട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ എന്താ ചെയ്യുക, അവരോട് റിക്വസ്റ്റ് ചെയ്യുമല്ലോ നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർ ചെയ്ത തെറ്റിനെ നമ്മൾ അങ്ങനെയല്ല നമ്മൾ വേണ്ടത്. നമുക്കിവിടെ ജോലി ചെയ്യണം. 2 മാസത്തെ സാലറി വന്നു, അതിൽ കുറച്ച് എമൗണ്ടൊക്കെയാണ് വന്നേക്കുന്നത്. ബാക്കി പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല. കമ്പനി നിലപാടിൽ രൂക്ഷ വിമർശനവുമായി മന്ത്രി ബിന്ദു കൃഷ്ണയും രംഗത്തെത്തി. വെള്ളിയാഴ്ച നടക്കുന്ന ചർച്ചയിൽ കമ്പനി അധികൃതർ പങ്കെടുത്തില്ലെങ്കിൽ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് അവർ പറഞ്ഞു. അങ്ങേയറ്റം നിഷേധാത്മകമായ ധാർഷ്ട്യത്തോടുകൂടിയുള്ള സമീപനമാണ് എന്നുള്ളത്. എങ്കിലും ആ ധാർഷ്ട്യം സർക്കാരോ നമ്മളോ എടുക്കാത്ത കാരണം നമുക്കൊരു സ്ഥാപനത്തെയും ഇവിടെ നിന്ന് പറഞ്ഞിടാൻ താല്പര്യമില്ല. അറ്റ് ദ ഏർലിയസ്റ്റ് എന്ന നിലയിൽ 10-ാം തീയതി നമ്മൾ അങ്ങോട്ട് നിർദ്ദേശിക്കുകയായിരുന്നു. കാത്തിരിക്കുന്നു. എന്നിട്ടുണ്ടായില്ലെങ്കിൽ നിയമപരമായ നടപടികളും. അതിനിടെ കമ്പനി നിലപാടിൽ പ്രതിഷേധിച്ച ജീവനക്കാർക്ക് പിന്തുണയുമായി AIYF പ്രവർത്തകർ മാർച്ച് നടത്തി. പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിയ ഉന്തും തള്ളുമുണ്ടായി. മാർച്ച് AIYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളിത് നഷ്ടത്തിലാണ് എന്നുള്ള കണക്കുകളെല്ലാം നിരത്തുന്നുണ്ട്. എന്നിട്ട് ഇതിന്റെ ഈ പറയുന്ന ശാഖയടച്ച് അല്ലെങ്കിൽ ഈ ബ്രാഞ്ച് അടച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി വീണ്ടും വീണ്ടും റിക്രൂട്ടിംഗ് നടത്തി പുതിയ ഇരകളെ കണ്ടെത്തുകയാണ്. ലാഭം നഷ്ടവും എല്ലാം പറഞ്ഞുകൊണ്ട് തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന ഒരു സ്ഥാപനമായി കോറോ ഹെൽത്ത് എന്ന് പറയുന്ന ഈ കമ്പനി മാറിയിരിക്കുകയാണ്. ഈ സ്ഥാപനം മാറിയിരിക്കുകയാണ്. സർക്കാരും തൊഴിലാളി യുവജന സംഘടനകളും നിലപാട് ഘടിപ്പിക്കുമ്പോഴും നിയമപരമായി കമ്പനിക്കെതിരെ എന്ത് ചെയ്യാനാകുമെന്ന പ്രതിസന്ധി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. മേത്തർ ഈഗിൾസ് FC പന്തോളം സമർപ്പിക്കുന്നത് മേത്തർ ഈഗിൾസ് FC കേരള.
ഫിഫ ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ ലൈനപ്പായി ആദ്യ പോരാട്ടത്തിൽ ഫ്രാൻസ് നാളെ പുലർച്ചെ മൊറോക്കയെ നേരിടും. ശനിയാഴ്ചയാണ് സ്പെയിൻ ബെൽജിയം പോരാട്ടം. ഇംഗ്ലണ്ടിന് നോർവേയും അർജന്റീനയ്ക്ക് സ്വിറ്റ്സർലൻഡും ആണ് എതിരാളികൾ. ഈ 4 മത്സരങ്ങളിൽ വിജയിക്കുന്ന ടീമുകൾ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടും. ഒന്നാം ക്വാർട്ടറിലെയും രണ്ടാം ക്വാർട്ടറിലെയും വിജയികൾ ജൂലൈ 15 പുലർച്ചെ 5:30 നടക്കുന്ന ആദ്യ സെമി ഫൈനലിലും 3ഉം 4ഉം ക്വാർട്ടർ ഫൈനലിൽ വിജയിക്കുന്ന ടീമുകൾ ജൂലൈ 16 പുലർച്ചെ 5:30 രണ്ടാം സെമി ഫൈനലിലും ഏറ്റുമുട്ടും. ഫിഫ ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറി അർജന്റീന. പ്രീ ക്വാർട്ടറിൽ ഈജിപ്തിനെ 2-നെതിരെ 3 ഗോളുകൾക്ക് കീഴടക്കിയാണ് അർജന്റീന അടുത്ത റൗണ്ടിലേക്ക് കടന്നത്. 2 ഗോളുകൾക്ക് പിറകിൽ നിന്ന ശേഷമായിരുന്നു അർജന്റീനയുടെ തിരിച്ചുവരവ്. ഫുട്ബോൾ ലോകകപ്പിലെ ആവേശകരമായ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ കൊളംബിയയെ പെനാൾട്ടി ഷൂട്ടൌട്ടിൽ കീഴടക്കി സ്വിറ്റ്സർലൻഡ് ക്വാർട്ടർ ഫൈനലിൽ. കാനഡയിലെ വാൻക്യൂവറിൽ നടന്ന മത്സരത്തിൽ നിശ്ചിത സമയത്തും അധിക സമയത്തും ഇരു ടീമുകൾക്കും ഗോളൊന്നും നേടാനായില്ല. തുടർന്ന് ഷൂട്ടൌട്ടിൽ 4-3 സ്വിസ് പട വിജയം പിടിച്ചെടുത്തത്. ഇതോടെ ലാറ്റിൻ അമേരിക്കൻ ശക്തികൾ അവസാന 8-ലെത്താനാവാതെ മടങ്ങി. ക്വാർട്ടർ ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയാണ് സ്വിറ്റ്സർലൻഡിന്റെ എതിരാളികൾ. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. ഒട്ടേറെ വാർത്തകളുണ്ട്. വയനാട്ടിലേക്ക് മുഖ്യമന്ത്രി പുറപ്പെടാൻ പോവുകയാണ്. അതടക്കമുള്ള വാർത്തകളൊക്കെ കാണാം. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.